കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യൻ ആർമി ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സൈന്യത്തിന്റെയും നാട്ടുകാരുടെയും 48 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുഴൽക്കിണറിൽ നിന്ന് 1.5 വയസ്സുകാരനെ രക്ഷിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹരിയാനയിലെ ഹിസാറിൽ ബുധനാഴ്ച വൈകിട്ടാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത്. 1.5 വയസ്സുകാരനായ നദീം ഖാൻ മറ്റു കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് 68 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണത്. സൈനികരും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുട്ടി പുറത്തെത്തിക്കുകയായിരുന്നു. ഹിസാൻ പോലീസ് അധികൃതർ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതായി സുരക്ഷിതമായി ഇരിക്കുന്നുവെന്നും ഹിസാൻ DSP ജോഗീന്ദർ സിംഗ് വ്യക്തമാക്കി. സുരക്ഷാ സേനയുടെ ഭാഗമായി കുട്ടിയുടെ ദേഹത്ത് മണ്ണ് വീഴാതിരിക്കാൻ വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കുട്ടി കുടുങ്ങിക്കിടന്ന കുഴൽക്കിണറിന്റെ സമാന്തരമായി 20 അടി മാറി മറ്റൊരു കുഴിയെടുത്ത ശേഷം ടണൽ നിർമ്മിച്ച് അവിടെ നിന്നാണ് കുട്ടിയെ പുറത്തെടുത്തത്. പ്രത്യേക ക്യാമറ ഉപയോഗിച്ച് കുഴൽക്കിണറിൽ കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുകുട്ടിയുടെ ജീവന് വേണ്ടി വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുത്ത സേനയ്ക്ക് രാജ്യത്തെമ്പാടും നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അവരെ അഭിനന്ദിച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൂടാതെ പുറത്തെടുക്കുന്ന സമയം മുഴുവൻ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിനായി ആഹാരവും ഓക്സിജനും ലഭ്യമാക്കിയിരുന്നു. റോഡ് നിർമ്മാണ തൊഴിലാളിയാണ് നദീം ഖാന്റെ പിതാവ്. 5 കുട്ടികളിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് നദീം. വീട്ടുകാർ ആദ്യം കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പിന്നീട് പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ സഹായം തേടി. എന്നാൽ പോലീസിനും സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ആർമി ഇടപെട്ടത്. സുരക്ഷാ സേന അതിവിദഗ്ധമായും കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെയും അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമിക്ക് എല്ലാ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹം വരുന്നത്. കുട്ടിയെ പുറത്തെടുക്കാൻ 48 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഈ 48 മണിക്കൂറും കുട്ടിക്ക് ഭയമുണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ കുട്ടിക്ക് ആവശ്യമായ ആഹാരങ്ങളെല്ലാം സമയാസമയം എത്തിച്ചു കൊടുത്തിരുന്നു. 48 മണിക്കൂറിന് ശേഷം കുട്ടി വെളിയിൽ വന്നിട്ടും കുട്ടിക്ക് ഒരു ക്ഷീണമോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും സംഭവിച്ചിരുന്നില്ല. എങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇത് സൈന്യത്തിന്റെ ഒരു വലിയ വിജയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.